ഹലോ, വെൽക്കം ടു മൈ ചാനൽ രാജശ്രീ. ഇന്ന് ഞാനിവിടെ ഒരു പച്ചമാങ്ങ കിച്ചടി കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് കറക്കിയെടുക്കാം. നമുക്കത് ഈ കിച്ചടി കഴിക്കുമ്പോൾ ആ മാങ്ങേൻ്റെ കഷ്ണം ഒന്ന് കടിക്കണം. പിന്നെ ഇത് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് പിന്നെ ഒരു അര കപ്പിൻ്റെ മേലെ തേങ്ങ, ഒരു 4 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്, കുറച്ച് പഞ്ചസാര, ഇത് വറവിടാൻ കടുക്, ചുവന്ന മുളക്, പിന്നെ കരിവേപ്പില. നമുക്കിനി ഇതിന് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ മാങ്ങ കണ്ടില്ലേ, ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊന്ന് പുരട്ടി വയ്ക്കാം. പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ അരപ്പൊക്കെ കടുക് നാളികേരമൊക്കെ ഈ ജാറിലിട്ടുണ്ട്. തൈര്, കടുക്, നാളികേരം, പച്ചമുളക്, പിന്നെ പഞ്ചസാര. നമുക്കിത് തൈരാട്ടോ, ഇതിൽ ഞാൻ കുറച്ച് ഒഴിച്ചിരിക്കണം. നമുക്കിത് തൈരിലാണ് അരച്ചെടുക്കണം. പിന്നെ അരച്ചെടുത്തിട്ട് വരാം. ഈ മാങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പൊക്കെ അരച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. നാളികേരം, അര കപ്പ് നാളികേരം, ഒരു ടീസ്പൂൺ കടുക്, 4 പച്ചമുളക്, ഒരു ടീസ്പൂൺ പഞ്ചസാര ഒക്കെ വെള്ളത്തിലല്ല, നമ്മൾ തൈരിലാണ് ഇവിടെ അരച്ചത്. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി യോജിപ്പിക്കാം. മാങ്ങ നമ്മൾ ഉപ്പിട്ട് പുരട്ടി വെച്ചാണ് കേട്ടോ. ഇനി ഇതിന് ആവശ്യമായിട്ട് കുറച്ചുകൂടി തൈര് ഒഴിക്കാം. ഉണ്ടോയെന്നൊക്കെ ഇപ്പോൾ നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു വറവിടാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കടുക്, ചുവന്ന മുളക്, കരിവേപ്പിലേക്ക് ഒന്ന് വറവിടാൻ പോവുക കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ കിച്ചടി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടേ ഇല്ല. ഈ ഒരു മാങ്ങ എടുത്തു, അത് മുറിച്ച് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. അങ്ങനെ ചതച്ച മാതിരി ആയിട്ടില്ല, നമ്മളൊന്ന് കറക്കിയെടുക്കില്ല, അങ്ങനെ ആക്കിയെടുത്തു. പിന്നെ നാളികേരം, കടുക്, പച്ചമുളക് കൂടി തൈരിൽ അരച്ച് ചേർത്തു. അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചത്. പിന്നെ തൈര് ഒഴിച്ചു. പിന്നെ വറവിടുമ്പോൾ മാത്രം നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബൈ ബൈ.